ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യട്ടോ. അങ്ങനെ വൈജ അങ്ങനെ ഓരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രനോട്. എന്തിനാണ് അവളെ അവിടെ കൊണ്ടുപോയത്, താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ. അതൊന്നും വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. വൈജ പറയുന്നുണ്ട്, ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും റിസ്ക് എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് നീ നിൻ്റെ അച്ഛനോടാണ് പോയി ചോദിക്കേണ്ടത്. അച്ഛൻ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വേലക്കാരിയായിട്ടല്ല ഹോം നേഴ്സായിട്ടാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല അവളെ ഹോം നേഴ്സായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാണ് വൈജ കേട്ടോ. അതേ നിന്നോട് അച്ഛൻ പറഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷേ മനു പറഞ്ഞു നിന്നോട് അവളെ കൊണ്ടുവന്നത് ഹോം നേഴ്സായിട്ടാണ്. മനുവിനെ ആരാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? നിന്റെ അച്ഛനാണ് ഏൽപ്പിച്ചത്. അവൾക്ക് ചെലവിന് കൊടുക്കുന്ന അവൾക്ക് ശമ്പളം കൊടുക്കുന്ന ഞാൻ പറഞ്ഞു അവളെ ഇങ്ങനെ വേലക്കാരിയായിട്ടല്ല ഹോം നേഴ്സായിട്ടാണ് കൊണ്ടുവന്നത്. അതും നിനക്ക് കേൾക്കാൻ പറ്റത്തില്ല. നീ അതൊന്നും അനുസരിക്കില്ല. നിനക്ക് നിൻ്റേതാണ് ശരി. നീ എങ്ങനെയൊക്കെ എന്തിനാണ് വൈജയ് പറയുന്നത് എന്നൊക്കെ പറയാണ്. ആ ശർമ്മ ഡോക്ടർ പറഞ്ഞാൽ മതി, അയാൾക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ എന്ന് ചോദിക്കുകയാണ് വൈജ. ഞാനൊരു കാര്യം ചെയ്യാം, ശർമ്മ ഡോക്ടർ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. നീ അദ്ദേഹത്തോട് ചോദിക്കുന്ന രണ്ട് നല്ല തല്ല് കൊടുത്തിട്ട് ചോദിക്കുക എന്തിനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുക. ഒരു കാര്യം ചെയ്യും വൈജ, ആ റിങ്കുവിനുണ്ടല്ലോ വല്ല വിഷം കൊടുത്ത് നീ കൊല്ല്. നിന്നെക്കൊണ്ട് അതേ പറ്റത്തുള്ളൂ. റിങ്കു അല്ലേ അവളുടെ ജീവൻ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ ജീവൻ രക്ഷിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് വൈജ. ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെയൊക്കെയാണ് വൈജ തോന്നുന്നത്. നീ എന്താണെങ്കിലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവാട്ടോ. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വൈജ നീ ജീവിച്ചിരിക്കുന്നത്? നീ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ? നിനക്ക് തന്നെ നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ബാലചന്ദ്രൻ പോവാണ്. അത് കേട്ട് ആകെ ഷോക്കായി പോവാണ് കേട്ടോ വൈജ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. വൈജ ആണെങ്കിൽ ആ ഷോക്കിൽ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വൈജയുടെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ പോയി എടുത്ത് നോക്കുമ്പോൾ കമലയാണ് വിളിക്കുന്നത്. കമല വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് വൈജ എന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അലീനയുടെ. എനിക്കറിയത്തില്ല, അവൾക്ക് ബോധം വന്നു, അവൾ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. എന്താണെങ്കിലും മനു അല്ലേ ചേട്ടത്തി അവിടെ കൂട്ടിരിക്കുന്നത്. മനുവിനെ എന്തിനാണ് അങ്ങനെ ഒഴിവാക്കി വിട്ടേക്കുന്നത്? മനു എന്തിനാണ് അവിടെ ഇങ്ങനെ അവൾക്ക് വേണ്ടി കാവലിരിക്കുന്നത്? മനുവിൻ്റെ ആരാണ് അവൾ? അത് എനിക്ക് തോന്നുന്നത് മനുവിനെ അവൾ വല വീശി പിടിച്ചേക്കുന്നതാണ്. കയ്യും കണ്ണും കാണിച്ച് അവൾ മയക്കി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് മനു അവളുടെ പുറകെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ ഏശിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജേട്ടോ. ഇതൊക്കെ കേട്ട് കമലിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് വരട്ടെ, എന്താണെങ്കിലും അവൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കും, അവന് ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമലയും പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ കമലയെടുത്തി മനുവിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അവൾ ഇനി വല്ല കൈവശം കൊടുത്ത് എന്താണ് ചെയ്തു വെച്ചേക്കണമെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. കമലയെടുത്തി മനുവിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അങ്ങനെ മനുവും അലീനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശർമ്മ ഡോക്ടർ റൂമിലേക്ക് കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ശർമ്മ ഡോക്ടർ കയറി വരുമ്പം അലീനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, മനുവിനും ഭയങ്കര സന്തോഷമാണ്. ഡോക്ടർ വന്നിട്ട്, അലീന എന്തൊക്കെയുണ്ട് വിശേഷം, ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും താൻ എന്ത് പണിയാണോ കാണിച്ചത്, എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അത് കുറച്ച് അശ്രദ്ധ കൂടുതലാണ് ഡോക്ടറെ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്താണെങ്കിലും ഡോക്ടറോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ, എന്താ മനു താൻ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറോട്, ഇവളെ രക്ഷിച്ചെടുത്തില്ല, അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയണം. അപ്പോൾ മനുവിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇവള് നിങ്ങളുടെ വീട്ടിലൊരു സെർവൻ്റ് ഇല്ലേന്ന് ചോദിക്കുമ്പോൾ, സെർവൻ്റ് ആണെങ്കിലും ഒരു മനുഷ്യ ജീവനല്ലേ ഡോക്ടർ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സെർവൻ്റ് തന്നെയാണ്, ഞങ്ങളങ്ങനെ സെർവൻ്റ് ആണെന്നുള്ള രീതിയിലൊന്നും കണക്കാക്കിയിട്ടില്ല, ഞങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് കണക്കാക്കിയതെന്നൊക്കെ മനു പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അതേ സമയത്താണ് ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ വന്നിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അലീനയുടെ അടുത്ത് വന്നിട്ട് തലയിലൊക്കെ തലോടി, എന്നാലും മോളെ നീ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് എന്താണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഡോക്ടർ അവിടുന്ന് പോയതിന് ശേഷം ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മനു എന്നാൽ വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പോരെ, തൽക്കാലം ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നിന്നോളാം ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ, അത് അങ്കിളിന് ബുദ്ധിമുട്ടാവത്തില്ലേ? കുഴപ്പമില്ല അങ്കിൾ, ഞാനിവിടെ നിന്നോളാം എന്ന് പറയണേ. വേണ്ട മനു, നീ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെ വന്നാൽ മതി, ഞാനിവിടെ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ അങ്കിളിന് കടയിൽ പോകണ്ടേ, ഷോപ്പിലൊക്കെ പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തൽക്കാലം അവിടേക്കൊന്ന് കയറിയിട്ടാണ് വന്നത്, നീ ഒന്ന് പോയി ഫ്രഷ് ആയിട്ടൊക്കെ പോര് എന്ന് പറയണം. എന്നാൽ
അപ്പം അലീനയും പറയുന്നുണ്ട് മനുവേട്ടൻ എന്നാൽ ചെല്ലി ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യുക, മനുവേട്ടന് ജോലിക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജോലിയുടെ കാര്യമൊന്നും താൻ പറയണ്ട, ഞാൻ ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തേക്കാണ്, താനൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയണം മനു. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ മനുവേട്ടാൻ ചോദിക്കുമ്പോൾ ആ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, അതങ്ങോട്ട് സഹിക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം മനു. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയേക്കല്ലേ, എന്നാൽ ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയണേ. മനുവേട്ടൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരണമെന്നില്ല, ഇവിടെ സാറുണ്ടല്ലോ, മനുവേട്ടൻ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക, ഒന്ന് ഉറങ്ങ്, എന്നിട്ടൊക്കെ വന്നാൽ മതി, ഫ്രഷ് ആയിട്ട് വന്നാൽ മതി എന്ന് പറയണേ. ശരി എന്നാൽ ഞാൻ പോവാണ് അങ്കിളെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോവാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവന് ഇവിടെ നിന്ന് ഒട്ടും താല്പര്യമില്ലാണ്ടാണ് പോകുന്നത് എന്ന് പറയാണ് അലീനയോട് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ മനു പുറത്തേക്ക് ഇറങ്ങിപ്പോയ മനു വീണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് വരാമല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ ഒന്ന് പോയിട്ട് പോരടാ, ഞാൻ തൽക്കാലം ഇവിടെ ഉണ്ടല്ലോ, നീ പോയിട്ട് പോരും, നീ ടെൻഷനാവൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനുവിനെ പറഞ്ഞേക്കാണ്. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ഇങ്ങനെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരിക കേട്ടോ. മുത്തശ്ശിയുടെ റൂമിലേക്ക് വന്നിട്ട് വൈജയന്തി ഇങ്ങനെ എന്തോ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തോ സംഭവം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വൈജയന്തി ചോദിക്കുമ്പോൾ അല്ല അമ്മേ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് എന്ന് പറയണം. എന്താ നീ ചോദിക്കുക എന്ന് പറയണം മുത്തശ്ശി കേട്ടോ. അത് അമ്മേ ഞാനേ അന്ന് അലീന എറണാകുളത്ത് പോയി വന്നതിന് ശേഷം ആകെ എന്തൊക്കെയോ അവളിലൊരു മാറ്റങ്ങളുള്ളത് പോലെ എന്ന് പറയണം. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അമ്മ അവളോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കാട്ടോ. എന്ത് കാര്യങ്ങൾ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ അവളോട് അലീനയോട് ആഗ്രയിലെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടത് മുത്തശ്ശിക്ക് ആകെ ഷോക്കാവാണ്. ആഗ്രയിലെ കാര്യങ്ങളോ, എന്ത് കാര്യങ്ങളും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവളെ എറണാകുളത്ത് പോയി വന്നതിന് ശേഷം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആഗ്രയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം, ആഗ്രയിലെ ചരിത്രങ്ങളൊക്കെ അറിയാം, ഇനി തിരുവനന്തപുരത്ത് നിന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടി കിട്ടാനുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയണേ. അത് കേട്ടത് മുത്തശ്ശി ആകെ ഷോക്കാവുക കേട്ടോ. എന്താ നീ പറയുന്നത്, അലീന നിന്നോട് അങ്ങനെ പറഞ്ഞു എന്നോ? അതെ അലീന എന്നോട് അങ്ങനെ പറഞ്ഞു, ആഗ്ര ചരിത്രം അവൾക്കറിയാം, പക്ഷേ തിരുവനന്തപുരത്തുള്ള ശാസ്തമംഗലത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവൾക്ക് കിട്ടാനുണ്ട് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് പറയണ വൈജയന്തി കേട്ടോ. ഇത് കേട്ടിട്ട് മുത്തശ്ശി ആകെ ഷോക്കാവുന്നുണ്ട്. എന്താ നീ പറയുന്നത് വൈജയ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ എന്ന് പറയണം. അപ്പോൾ അലീനയുടെ കുറച്ച് എന്തൊക്കെയോ ഡൗട്ട് അലീനയെ കുറിച്ചിട്ട് വൈജയ്ക്ക് തോന്നി തുടങ്ങിയേക്കാണ്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് അപ്പോൾ അലീനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വൈജ അലീനയുടെ ബാഗൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാഗിൽ നിന്ന് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു അപ്കമിങ് സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട്. മിക്കവാറും നാളെ ഹരിയെ നമ്മുടെ മനു തല്ലുന്ന സീനൊന്നും കാണാനുള്ളൊരു സാധ്യതയില്ല. ഒരു പക്ഷേ നാളെ വന്നേക്കാം. മിക്കവാറും മറ്റന്നാളത്തെ എപ്പിസോഡിലാണ് ഹരിയെ മനു തല്ലി പഞ്ഞിക്കിടുന്ന ഒരു എപ്പിസോഡൊക്കെ വരാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും നമ്മളൊക്കെ കാണാൻ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് അത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.